ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മുരിങ്ങയ്ക്ക തോരനാണ്. മുരിങ്ങയ്ക്ക തോരൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു മുരിങ്ങയ്ക്ക തോരൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ 6 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തുള്ള തൊലിയെല്ലാം ചെത്തിക്കളയാം. മുരിങ്ങയ്ക്കയെല്ലാം നല്ലതുപോലെ ചെത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി കഴുകിയെടുക്കാം. കഴുകി എടുത്ത ശേഷം ഈ ഒരു വലുപ്പത്തിൽ എല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാം ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശേഷം വേണ്ടത് ഒരു സവാളയാണ്. അതും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാനായി തുടങ്ങാം. ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ചെറുതായി കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു വറ്റൽമുളക് കട്ട് ചെയ്തതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഈ സമയം കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക കഷ്ണങ്ങൾ ചേർക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തോരൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, 2 അല്ലി വെളുത്തുള്ളി, 1/4 സ്പൂൺ ജീരകം, ഇത്രയും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ സമയം അടപ്പിളക്കി മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. 1-2 പ്രാവശ്യം മൂടി ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ മുരിങ്ങയ്ക്ക കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ശേഷം അരച്ചെടുത്ത അരപ്പ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. 2 മിനിറ്റൊക്കെ നമുക്ക് അടച്ചു വയ്ക്കാം. ശേഷം മൂടിയെടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ തോരൻ ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. മുരിങ്ങയ്ക്ക തോരനുണ്ടെങ്കിൽ സൈഡായിട്ട് പപ്പടം മാത്രം മതി. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കുന്നത് എങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.